എൻ്റെ അരികിൽ ഇനി പോലീസായല്ലാതെ വരരുത്. അപേക്ഷയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും സർവം തകർന്നവനെ പോലെയാണ് അവൻ ഇറങ്ങി പുറത്തേക്ക് വന്നത്. അവൻ ഈ ഒരു അവസ്ഥയിൽ കണ്ട് കിരണും സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അനന്തു, നീ നല്ലൊരു വക്കീലിനെ പോയി കാണണം. വക്കീലെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വക്കീലായിരിക്കണം. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യില്ലേ. പോലീസിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ബോഡി ഏറ്റുവാങ്ങണ്ടേ? നിൻ്റെ അമ്മയെ വിവരം അറിയിക്കണ്ടേ? എനിക്കൊന്നിനും ശക്തിയില്ല. എനിക്ക് മനസ്സിലാവും. പെട്ടെന്നാണ് കിരണിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അവൻ എടുത്തു നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ്. ശരിയമ്മ, ഞാൻ വിളിക്കാം. കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അനന്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കിരൺ. എന്താടാ? അമൃത ഉണർന്നിട്ടുണ്ട്. വലിയ കരച്ചിലാണെന്നാണ് പറഞ്ഞത്. സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മ അവളോട് പറഞ്ഞു. നിന്നെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശിയിലാണെന്ന് കിരൺ പറഞ്ഞു. നമുക്കെന്ന് അവിടേക്ക് പോവാം. ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടാക്കാം. അത് കഴിഞ്ഞ് ബോഡി ഏറ്റുവാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഇപ്പോൾ അമൃതയുടെ അടുത്ത് നീ ഉണ്ടാവണം, അത്യാവശ്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു വക്കീലിനെ ചെന്ന് നീ കാണണം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈവനിങ് കാണുമെന്നാണ് പറഞ്ഞത്. ആനന്ദുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതിന് ശേഷമാണ് കിരൺ ഇറങ്ങിയത്. ഇറങ്ങുന്നതിന് മുൻപ് അമ്മയെ ഒറ്റയ്ക്ക് വിളിച്ചവൻ സംസാരിച്ചു. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അമ്മ, അവനെ പുറത്തേക്കൊന്നും വിടണ്ട. ഞാൻ വരാതെ എങ്ങും പോകണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിപ്പിച്ച് അമ്മയൊന്ന് കഴിപ്പിക്കണം. അതൊക്കെ നീ പറയാതെ എനിക്കറിയാമല്ലോ. അമ്പിളിയെ വിവരം അറിയിക്കണ്ടേ? വേണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വരട്ടെ. ആനന്ദുവിനെ കണ്ടതും അമൃത പൊട്ടിക്കരഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. മോള് പേടിച്ചു പോയോ? അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചു. ആ ചേച്ചിയുടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഞാൻ കാരണമല്ലേ ചേച്ചിയും ചേട്ടനും ഇത്രയും ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നത്? കുറ്റബോധമേറി അവളുടെ മറുപടി കേട്ടപ്പോൾ അവൻ അവളോട് വാത്സല്യമാണ് തോന്നിയത്. അല്ല മോളെ, ഇത് നമ്മുടെ വിധിയാണ്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെയൊരു വിധി നമ്മളെ തുടർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജന്മദോഷമാണ്. ആ സന്തോഷം നമുക്ക് വിധിച്ചിട്ടില്ല ഈശ്വരൻ. പക്ഷെ അയാൾ മരിക്കേണ്ടതായിരുന്നു. നിങ്ങളൊരു ജീവിതം ആഗ്രഹിച്ചിട്ട്, ഒരു ജീവിതം, ഒരു നല്ല ജീവിതം എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യമേ ഏട്ടനില്ല മോളെ. മാലാഖ പോലൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ അവളുടെ ജീവിതവും ഇങ്ങനെയായി. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാനാണ് അയാളെ കൊന്നതെന്ന് പറഞ്ഞ് ചേച്ചിയെ വെറുതെ വിടുമോ? നിഷ്കളങ്കമായുള്ള അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. അവൾക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ കണ്ടുപിടിക്കാൻ ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ്. എൻ്റെ ജീവിതം ഇനി തീരുമാനിക്കുന്നത് ഈശ്വരൻ്റെ തീരുമാനങ്ങളാണ്. അത്രയും പറഞ്ഞവൻ തളർന്നു പോയവനെ പോലെ കട്ടിലിൽ കിടന്നു. നീ കുറച്ചു നേരം സീതമ്മയുടെ അരികിൽ പോയിരിക്കും. എനിക്കൊന്ന് കിടക്കണം. അവൻ്റെ മനസ്സ് ശരിയല്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവൻ്റെ അരികിൽ നിന്നും അപ്പുറത്തേക്ക് പോയിരുന്നു. ആ തലയിടയിൽ മുഖമമർത്തി അവൻ പൊട്ടിക്കരഞ്ഞിരുന്നു. ഒരു ഉറവ പോലെ കണ്ണുനീർ അണപൊട്ടി ഒഴുകുകയാണ്. മനസ്സിന് തെല്ല ആശ്വാസം കിട്ടുന്നത് അവൻ അറിഞ്ഞു. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ലഭിക്കുന്ന ആശ്വാസം ആരാശ്വസിപ്പിച്ചാലും ലഭിക്കില്ലെന്ന സത്യത്തെ അവൻ ആ നിമിഷമാണ് മനസ്സിലാക്കിയത്. ആ കിടപ്പവൻ ഉണർന്നത് കിരൺ വന്ന് വിളിക്കുമ്പോഴാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നന്നായി അലഞ്ഞ ലക്ഷണമുണ്ടായിരുന്നു. അവനെ കണ്ടതും പ്രതീക്ഷയോടെ അവൻ എഴുന്നേറ്റിരുന്നു. എന്തായി, വക്കീലിനെ കണ്ടോ? അവനറിയേണ്ടത് അതുമാത്രമായിരുന്നു. കണ്ടു. എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? അവളെ രക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷ മുറ്റിയ ചോദ്യം. നല്ല രീതിയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ റേപ്പ് അറ്റംപ്റ്റിൻ്റെ പേരിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നാൽ അതിന് കേസ് പോലും ഇല്ലെന്നാണ് വക്കീൽ പറയുന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താടാ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾക്ക് നല്ലതായിട്ട് ശരീരത്തിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന്. അതൊരു പെൺകുട്ടി ചെയ്തതല്ലെന്ന് ആർക്കും മനസ്സിലാവുമെന്ന് SI വക്കീലിനോട് പറഞ്ഞത്. പക്ഷെ അവൾ തന്നെയാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ തെളിവുകളും അത്ര സ്ട്രോങ്ങും അല്ല. എല്ലാം കൊണ്ടും നമുക്ക് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നീ വിഷമിക്കാതെ. എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കൂടിപ്പോയാൽ 2-3 വർഷം. അതിൽ കൂടുതൽ ശിക്ഷ അവൾക്ക് ലഭിക്കില്ല. കിരൺ അവരോട് പറഞ്ഞു. 3 വർഷമോ? അത്രയും കാലം അവൾ? അത് വലിയ ദിവസമൊന്നും അല്ലടാ. 3 ദിവസം പോലെ അങ്ങ് പോവും. 10-12 വർഷമായിരുന്നു കിട്ടുന്നതെങ്കിലോ? അതിൽ നല്ലതല്ലേ ഇത്? അവനൊന്ന് ഇരുത്തി മൂളി.
അമ്മ അറിഞ്ഞോ? എന്നെ ശപിക്കുകയായിരിക്കും. അല്ല, ഒക്കെ അറിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു അവർ. അവർ ചെയ്യേണ്ടതായിരുന്നു ഇതെന്ന് എന്നോട് പറഞ്ഞു. സ്വന്തം മോളുടെ നേരെ അയാളുടെ കണ്ണുകൾ പാറുന്നുണ്ടെന്നറിയാൻ വൈകിപ്പോയല്ലോ എന്ന് ഓർത്താണ് നിന്റെ അമ്മ കരഞ്ഞത്. പിന്നെ നിന്റെ ജീവിതം വീണ്ടും അവർ കാരണം ഇങ്ങനെയായല്ലോ എന്നുള്ള കുറ്റബോധം പേറിയും. ബോഡി അയാളുടെ വീട്ടുകാർ തന്നെയാണ് കൊണ്ടുപോയത്. ആശുപത്രിയിൽ നിന്ന് അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നുവെന്ന് ഞാനിന്നാണ് അറിയുന്നത്. നിന്റെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അമ്മയൊന്നും മിണ്ടിയില്ല. അവർ മറ്റൊരു ലോകത്തായിരുന്നു എന്ന് തോന്നുന്നു. നീ അവളെ കണ്ടോ? കാണിച്ചില്ല. പിന്നെ നാളെ ഞാനും വക്കീലും കൂടി പോകുന്നുണ്ട്. നീ തന്നെ ചെയ്യണം എല്ലാ കാര്യങ്ങളും. എന്നെ കണ്ട ശക്തി ചോർന്നു പോകുമെന്ന് അവൾ പറഞ്ഞത്. എല്ലാത്തിനും ഞാനുണ്ടാവും. നീ സമാധാനമായിട്ടിരിക്കുക. നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? ഞാൻ വല്ലാതെ ഒറ്റയ്ക്കായതുപോലെ. കരഞ്ഞുകൊണ്ട് കിരണിൻ്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലൊരു വേദന നിറഞ്ഞിരുന്നു. ഏറെ വേദനയോടെ തന്നെ അവൻ്റെ കിരണിനെ ചേർത്ത് പിടിച്ചു. നീ ഇങ്ങനെ തളർന്നു പോലെ നന്ദു. അവൻ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് കിരൺ പറഞ്ഞു. അവളില്ലാതെ ഞാൻ മരിച്ചു പോവടാ. അവൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവൾ എന്നെ സ്നേഹിച്ചതിൻ്റെ ഒരു ശതമാനം പോലും ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. അവഗണിച്ചിട്ടേ ഉള്ളൂ എന്നും. എപ്പടുത്തുണ്ടായിരുന്നെങ്കിൽ സ്നേഹം കൊണ്ട് ഞാൻ അവളെ മൂടിയേനെ. സ്നേഹം ഉള്ളി വയ്ക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ കിരണിൻ്റെ നെഞ്ചിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് നീ ഇങ്ങനെ തളർന്നു പോയാലോ? നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഒക്കെ ഇപ്പോൾ ഒരു താങ്ങ് നീ മാത്രമാണ്. നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു. എത്രയും പെട്ടെന്ന് അവളെ ശിക്ഷയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവൾ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചത് വെറുതെ ആവരുത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവൾ ഇത്രയും ത്യാഗം സഹിച്ച് അവളുടെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചത് നിനക്ക് വേണ്ടിയാണ്. നീ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നീ എത്താൻ വേണ്ടി. ഇതിനിടയിൽ അക്കാര്യത്തെക്കുറിച്ച് നീ മറക്കാൻ പാടില്ല. ഇപ്പം തളർന്നു പോവുകയല്ല വേണ്ടത്. കുറച്ച് ഉറപ്പോടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. വീട്ടിൽ അമ്മയുണ്ട്, നീ ചെന്ന് കാണണം. കിരൺ പറഞ്ഞു. ശരി, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. കിരണിൽ നിന്നും അകന്ന് അവൻ വീട്ടിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ടു ഒരു മൂലയിൽ സർവം തകർന്നതുപോലെ ഇരിക്കുന്ന അമ്മയെ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു. അവരുടെ അരികിലേക്ക് അവൻ ചെന്നിരുന്നു. ഒന്നും പറയാതെ ആ മടിയിലേക്ക് കിടന്നു. ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നിയിരുന്നു അമ്പിളിക്ക്. എങ്കിലും ഒട്ടും മടിക്കാതെ ആ മാതൃഹൃദയം അവനെ തൻ്റെ കരങ്ങളാൽ പുണർന്ന് അവൻ്റെ നെറുകയിൽ തൻ്റെ വിരലുകളാൽ തലോടിയിരുന്നു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാകുമല്ലേ? വർഷങ്ങൾക്ക് ശേഷം ഒരു പരിഭവവും കലരാതെ ഏറെ കുറ്റബോധത്തോടെ അവൻ അവരോട് ചോദിച്ചു. എനിക്ക് ദേഷ്യം എന്നോട് മാത്രമാണ്. നീ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്വന്തം സുഖം തേടി അമ്മ പോയെന്ന്. അങ്ങനെയല്ല. എൻ്റെ മോനെ ഒരു കൈത്താങ്ങാകും അയാളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചതോ അതായിരുന്നില്ല. സ്വന്തം മകളോട് പോലും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ മടിക്കാത്ത ഒരുവനെ ഈ വീട്ടിൽ കയറ്റിയതാണ് അമ്മ ചെയ്ത തെറ്റ്. നീ പറഞ്ഞതായിരുന്നു സത്യം. തെറ്റുപറ്റിയത് അമ്മയ്ക്കായിരുന്നു. അയാൾക്കുറപ്പില്ലായിരുന്നു അത്രേ അവൾ അയാളുടെ മോളാണെന്ന്. പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും നീചമായ രീതിയിൽ സ്വന്തം മകളെപ്പറ്റി ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നോട് വാദിച്ച് ജയിക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ മാത്രമായിട്ട് ഞാൻ അതിനെ കണ്ടിരുന്നത്. ആ കുട്ടി പാവം ഇവിടെ വന്നതുകൊണ്ട് അതിന് ഈ ഒരു ഗതി ഉണ്ടായില്ലേ? പക്ഷേ ഈ വിധി അവൾക്ക് വേണ്ടി ഈശ്വരൻ മാറ്റിവെച്ചല്ലോ എന്നാണ് എനിക്ക് ദുഃഖം. അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ വളരെ സമാധാനത്തോടെ കേൾക്കണം. എന്താടാ? അമ്മു മോളോട് അയാൾ അങ്ങനെ കാണിച്ചു എന്നുള്ളത് വരെ അമ്മ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ വിചാരിക്കുന്നത് പോലെ ദിവ്യല്ല അയാളെ. ഒരു നിമിഷം അവരിലൊരു ഞെട്ടൽ പടർന്നത് അവൻ വ്യക്തമായി തന്നെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഞാൻ അയാളെ അരിശം തീരുന്നത് വരെ വെട്ടിയത് എൻ്റെ ഈ കൈകൊണ്ട്. എനിക്ക് വേണ്ടി ആ പാവ ശിക്ഷ ഏറ്റെടുക്കുകയായിരുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാകാൻ. എൻ്റെ പേരിൽ പോലീസ് കേസുകൾ എന്തെങ്കിലും വന്നാൽ പിന്നെ ഒരിക്കലും എനിക്ക് എൻ്റെ ഭാവിയിൽ ഇങ്ങനെയൊരു സ്വപ്നം ചിന്തിക്കാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കേസ് വന്ന. അതിനുവേണ്ടി അവളത് ഏറ്റെടുത്തതാണ്. തുറന്നു പറയുമ്പോൾ അവൻ കരഞ്ഞു പോയിരുന്നു. ആ നിമിഷം അമ്പിളിക്കും അത്ഭുതം തോന്നിയിരുന്നു. സ്വന്തം കാമുകനെ വിഷം കൊടുത്തു പോലും കൊല്ലാൻ മടിയില്ലാത്ത പെൺകുട്ടികളുള്ള ഒരു നാട്ടിലാണിവിടെ
ഒരുവന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായും വേണ്ടെന്നൊരുവൾ വച്ചിരിക്കുന്നത്. നീ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു പെൺകുട്ടി ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? അമ്മയുടെ ഇതേ ഞെട്ടൽ തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. അവളിങ്ങനെ ചെയ്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത്രത്തോളം അവൾ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ നിമിഷം തന്നെയാണ്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആ കുറ്റബോധം പേറി അവിടെ നിൽക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത ഒരു പെണ്ണ് ശിക്ഷിക്കപ്പെടുന്നു. നീ കുറച്ച് പതുക്കെ പറ. ഇനി ആരെങ്കിലും കേട്ടാ അത് മതി. തൽക്കാലം അവളുടെ ആഗ്രഹം പോലെ നീ ഇപ്പോൾ പുറത്തു നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അവളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അവൾ പറഞ്ഞതുപോലെ നിന്റെ ഭാവി മുരടിച്ചു പോവില്ലേ? അത്രയും നീ ആഗ്രഹിച്ചതല്ലേ? മാത്രമല്ല നിന്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നീ ഒരു പോലീസുകാരനാകണമെന്നുള്ളത്. എൻ്റെ മോൻ അവൾ പറഞ്ഞതുപോലെ ആ സ്വപ്നം സാക്ഷാത്കരിക്കണം. പക്ഷെ ഒരിക്കലും എത്ര വലിയ ആളായാലും നിനക്ക് അവസരം നൽകിയവളെ നീ മറക്കരുത്. എന്തിൻ്റെ പേരിലും നീ ഉപേക്ഷിക്കരുത്. നിനക്ക് വേണ്ടി മാത്രമാണ് അവൾ അവളുടെ സ്വപ്നങ്ങൾ പോലും ഹോമിച്ചത്. ആ ഓർമ്മ എന്നും നിന്റെ മനസ്സിലുണ്ടാവണം. എൻ്റെ മോൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്നറിയാം. എങ്കിലും വലിയ ആളാവുമ്പോൾ അതിന് കാരണക്കാരിയായവളെ ഒരു കാരണവശാലും നീ മറന്നു പോകാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒരു മനുഷ്യനാണ്, മാറും, മറക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു മറവിയിലേക്ക് അവളെ നീ ഒരിക്കലും വലിച്ചിടാൻ പാടില്ല. അത് ഞാൻ ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ഒരിക്കലുമില്ല. അവളില്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമാവില്ല. ഈ ഒരു ചിന്ത മാത്രം മതി. എത്രയും പെട്ടെന്ന് അവളെ കേസിൽ നിന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ടൊരു ചടങ്ങും വേണ്ട. നീ അവളെ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രം മതി. ഞാൻ നിലവിളക്കെടുത്ത് സ്വീകരിക്കും നിങ്ങൾ. അവൾക്കൊപ്പമുള്ളൊരു ജീവിതം മാത്രം സ്വപ്നം കണ്ടാണ് ഈ നിമിഷം പോലും ഞാനിവിടെ ജീവനോടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചിട്ടുണ്ടാവും അമ്മേ. അവൻ്റെ വാക്കുകൾ കേട്ട് അമ്പളിക്ക് അത്ഭുതം തോന്നി. ആദ്യമായാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സർവം തകർന്നു നിൽക്കുകയാണ് അവനെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അമ്പളിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എന്തു പറഞ്ഞാണ് മകനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവർക്കും അറിയില്ലായിരുന്നു. കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ഇഷയുടെ മനസ്സിൽ തന്നെ ചതിച്ചവരോടുള്ള പ്രതികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ പറ്റിച്ച് അവിടെ നിന്ന് പോകുന്നവരെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ അപമാനിക്കണമെന്നൊരു ചിന്തയുമായാണ് നിറവയറുമായി അവൾ ബസ്സിൽ കയറിയത്. വിവേകിനെ നേരിൽ കാണുമ്പോൾ മുഖമടിച്ച് ഒരെണ്ണം കൊടുക്കണം എന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.